സഖാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സഖാക്കൾ ഇങ്ങനൊരു പാർട്ടി വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായൊരു കാര്യമാണ്. പാർട്ടി സംഘടന സംബന്ധിച്ചും നമ്മുടെ ഒരു രാഷ്ട്രീയം സംബന്ധിച്ചും പലപ്പോഴും കൃത്യത ഇല്ലാത്തത് കൊണ്ടാണ് പല സഖാക്കൾക്കും എന്തെങ്കിലും ചില പ്രതിസന്ധികളെല്ലാം വരുമ്പോഴത്തേക്കും നമ്മൾ ആടിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇടതുപക്ഷ പ്രവർത്തകന് ഏറ്റവും ശരിയായ നിലയിൽ ഇടതുപക്ഷം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ആ ധാരണക്ക് മുകളിലാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ CPIM സംബന്ധിച്ച് എന്താണ് CPIM മറ്റു പാർട്ടികളിൽ നിന്നുള്ള വ്യത്യസ്തത എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടേ നമുക്ക് അതിൻ്റെ ഒരു ഇടതുപക്ഷ സ്വഭാവത്തെ സംബന്ധിച്ച് നിർണ്ണയിക്കാനാവും. CPIM മറ്റു പാർട്ടികളിൽ നിന്നുള്ള വ്യത്യസ്തത എന്ന് പറയുന്നത് നിലവിലുള്ള മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി അധ്വാനിക്കുന്ന വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു സാമൂഹ്യ ഘടന, ഒരു സാമൂഹ്യ വ്യവസ്ഥ ഈ ഭൂമിക്ക് മുകളിൽ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് സാധ്യമാക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CPIM പ്രവർത്തിക്കുന്നത്. അതായത് നിലവിലുള്ള ചൂഷണ വ്യവസ്ഥയായ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ, എല്ലാ മനുഷ്യരും സമന്മാരായി കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ സാധ്യമാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നിലവിലുള്ള മുതലാളിത്ത വ്യവസ്ഥയെ നിലനിർത്തുന്നതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ CPIM ഇതിനെ മാറ്റി അധ്വാനിക്കുന്നവരുടെ ഒരു വ്യവസ്ഥ സാധ്യമാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയും മറ്റു പാർട്ടികളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഇങ്ങനെ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ സ്ഥാപിക്കുന്നത് വളരെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമല്ല. അതിന് മുന്നേ മുതലാളിത്ത വികസനം പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അതായത് ലോകത്താകെ ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്ന് മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് മനുഷ്യ സമൂഹം മുന്നേറിയത് ഫ്യൂഡൽ വ്യവസ്ഥയുടെ സമ്പൂർണമായ നിലയിലേക്ക് അതിൻ്റെ അടിവേര് തകർത്തുകൊണ്ടാണ്. മനുഷ്യൻ്റെ വികാസ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ ആദ്യം കാട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞു. അതിന് പ്രാകൃത കമ്മ്യൂൺ വ്യവസ്ഥ എന്ന് ചരിത്രകാരന്മാർ വിളിക്കുന്നു. അന്ന് കിട്ടിയതെല്ലാം പങ്കുവെച്ച് കഴിച്ചിട്ടാണ് മനുഷ്യൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം മനുഷ്യ സമൂഹം വർഗ വിഭജിത സമൂഹമായി, അതായത് അടിമ ഉടമ വ്യവസ്ഥയായി മാറി. അതിനുശേഷം അടിമ ഉടമ വ്യവസ്ഥയെ തകർത്ത് മനുഷ്യ സമൂഹം ഫ്യൂഡൽ നാടുവാഴി വ്യവസ്ഥയിലേക്ക് പോയി. ആ നാടുവാഴി വ്യവസ്ഥയും തകർത്തുകൊണ്ടാണ് മുതലാളിത്തം സാധ്യമായത്. അപ്പോൾ നാടുവാഴിത്തത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തകർത്തുകൊണ്ട് മാത്രമേ മുതലാളിത്തത്തിന് വളരാൻ വേണ്ടി പറ്റൂ. അതൊരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയാണ്, പുതിയ ഉൽപ്പാദന രീതിയാണ്. അങ്ങനെ തന്നെയാണ് ഈ നാടുവാഴിത്തത്തെ സമ്പൂർണ്ണമായി തകർത്തുകൊണ്ടാണ് ലോകത്താകെ മുതലാളിത്തം വളർന്നത്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ അവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി രാജ്യത്തെ ഫ്യൂഡൽ പ്രഭുക്കളുമായി, ഭൂസ്വാമിമാരുമായി സന്ധി ഉണ്ടാക്കി. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഇന്ത്യ രാജ്യം ഭരിച്ചവർ ഈ സന്ധി തുടർന്നു കൊണ്ടുപോയി. അതായത് ഒരു സമൂഹത്തിൽ സ്വാഭാവികമായും നടക്കേണ്ട പഴയ സാമൂഹ്യ വ്യവസ്ഥയുടെ അവശിഷ്ടങ്ങളെല്ലാം നീക്കം ചെയ്യുക എന്നുള്ള പുതിയ വർഗത്തിൻ്റെ ചുമതല ഇന്ത്യയിലെ മുതലാളിത്തം നിർവഹിച്ചില്ല. അപ്പം മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ഈ ഫ്യൂഡൽ വ്യവസ്ഥയെ സമ്പൂർണ്ണമായി മാറ്റണം. യൂറോപ്പിൽ ഉൾപ്പെടെ ഫ്യൂഡൽ വ്യവസ്ഥയെ തകർത്ത് മുതലാളിത്ത സ്ഥാപിതമാകുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ജനാധിപത്യ വിപ്ലവം എന്നാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ആ ജനാധിപത്യ വിപ്ലവം ബൂർഷ്വാസി അല്ലെങ്കിൽ മുതലാളിത്തം നിർവഹിക്കാത്തത് കൊണ്ട് അത് തൊഴിലാളി വർഗം നിർവഹിക്കണം. സോഷ്യലിസ്റ്റിലേക്ക് പോകണമെങ്കിൽ ഈ വളർച്ച പൂർത്തിയാക്കണം. അപ്പോൾ ആ നിലയിലേക്കുള്ള പോക്കിന് ഇന്ത്യ രാജ്യത്ത് ഫ്യൂഡൽ വ്യവസ്ഥയെ സമ്പൂർണ്ണമായി തകർക്കണം.
ആ പണി ബൂർഷ്വാസി എടുക്കുമ്പോൾ, യൂറോപ്പിലൊക്കെ എടുത്ത പോലെ എടുക്കുമ്പോൾ അതിന് ജനാധിപത്യ വിപ്ലവം എന്ന് പറയും. തൊഴിലാളി വർഗം ആ ചുമതല നിർവഹിക്കുമ്പോൾ അതിനെ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയും. അപ്പോൾ സോഷ്യലിസവും കമ്മ്യൂണിസവും സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത്. അടിയന്തര നമ്മുടെ ലക്ഷ്യം എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയിലെ CPIM അതിൻ്റെ പാർട്ടി പരിപാടി എന്താണ് എന്നുള്ളത് വിശദീകരിക്കുന്നു. അതിൻ്റെ ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞ ജനകീയ ജനാധിപത്യം പൂർത്തീകരിക്കുക, ഒരു കാലഘട്ടത്തിലേക്കുള്ള ദീർഘകാലത്തേക്കുള്ളതാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും സ്ഥാപിക്കൽ. ഇങ്ങനെ ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കണമെങ്കിൽ ധാരാളം ജനങ്ങൾ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ നമ്മുടെ പാർട്ടിയോടൊപ്പം അണിനിരക്കണം. ജനങ്ങളോട് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, സോഷ്യലിസമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, മനുഷ്യനെ ചൂഷണം ചെയ്യാത്തൊരു കാലമാണ്, ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം പറഞ്ഞതുകൊണ്ടൊന്നും ജനങ്ങൾ പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കില്ല. ജനങ്ങൾ പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കണമെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയണം. അതിന് പാർട്ടി എന്ന നിലയിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം വിവിധ ജനവിഭാഗങ്ങളെ അവരുടെ ജീവിത പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ജനകീയ ജനാധിപത്യ വിപ്ലവത്തിനു വേണ്ടിയുള്ള ജനകീയ ജനാധിപത്യ മുന്നണി സ്ഥാപിക്കുന്നതിന് CPIM നടത്തുന്ന പ്രവർത്തനം. അതായത് വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നു, യുവജനങ്ങളുടെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നു, തൊഴിലാളികളുടെ ജീവിത പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നു, കർഷക തൊഴിലാളികളെയും മഹിളകളെയും എല്ലാം അവരുടെ ജീവിത പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയാണ് ഒന്ന് ചെയ്യുന്നത്. 2, പാർലമെൻ്ററി പ്രവർത്തനത്തിലൂടെ, അതായത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ, സംസ്ഥാന സർക്കാർ, അങ്ങനെ സഹകരണ ബാങ്കുകൾ, അങ്ങനെ സാധ്യമായ പാർലമെൻ്ററി സംവിധാനങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗപ്പെടുത്തുന്നു. എന്നിട്ട് അതിൻ്റെ പ്രവർത്തനത്തിലൂടെ പുതിയ ജനവിഭാഗങ്ങളെ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നു, പാർട്ടിയുടെ ഓടൊപ്പം ചേർത്തുന്നു. ഇങ്ങനെ ആളുകളെ ചേർത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല, ജീവിത പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കാര്യമില്ല, ഭരണത്തിൻ്റെ നേട്ടങ്ങളുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. ഈ ആളുകളെ രാഷ്ട്രീയവൽക്കരിക്കണം. സഖാവ് മാർക്സ് പറഞ്ഞു, ഒരാശയം ഒരു ഭൗതിക ശക്തിയായി മാറണമെങ്കിൽ ആ ആശയം നന്നായി ദൃഢമായി മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള ലക്ഷക്കണക്കായ മനുഷ്യരെ നമുക്ക് സൃഷ്ടിക്കാനാവണം. ഒരാശയം ഭൗതിക ശക്തിയായി മാറണമെങ്കിൽ ആ ആശയം നന്നായി ദൃഢമായി ഉറപ്പിച്ചിട്ടുള്ള തലച്ചോറുകളെ നമുക്ക് സൃഷ്ടിക്കാനാവണം. അതായത് വർഗ ബഹുജന സംഘടനകൾക്കകത്ത് അവരുടെ ജീവിത പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അണിനിരന്നിട്ടുള്ള മനുഷ്യരെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും ദൃഢതയുള്ളവരാക്കി മാറ്റിയാൽ മാത്രമേ ഇപ്പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യം, ലോകത്തിൻ്റെ ഒരു സാഹചര്യം, കേരളത്തിലെ നമ്മുടെ അവസ്ഥ, ഇതെല്ലാം വളരെ ഗൗരവമായി പരിശോധിച്ച് എങ്ങനെയാണ് നമുക്ക് ജനങ്ങളെ കൂടുതൽ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുക, എങ്ങനെയാണ് അവരെ കൂടുതൽ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും പഠിപ്പിക്കാൻ വേണ്ടി കഴിയുക, അങ്ങനെ അവരെ നല്ല പാർട്ടി പ്രവർത്തകരായി നല്ല ഇടതുപക്ഷക്കാരാക്കി എങ്ങനെ മാറ്റാനാവും എന്നുള്ളത് ആലോചിക്കുകയും അത് പ്രാവർത്തികമായി നടപ്പിലാക്കുകയും ചെയ്യുകയാണ് വർത്തമാനകാലത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ മാസത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതെല്ലാം ഒരു അടിസ്ഥാനപരമായ ധാരണ നമ്മൾ വായനയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയെല്ലാം ഉറപ്പിക്കേണ്ടതാണ്. ആ ഉറപ്പ് നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ, എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല ധാരണ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കടമകളെല്ലാം നമുക്ക് നിർവഹിക്കാൻ വേണ്ടി പറ്റുക.
കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ സാഹചര്യം മാത്രം നമുക്ക് ഇപ്പോൾ എടുക്കാം സമയക്കുറവ് മൂലം. കേരളത്തെ സംബന്ധിച്ച് ഇപ്പം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് വലിയ പരാജയം ഉണ്ടായി. ആ പരാജയത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ അടിസ്ഥാനത്തിലെടുക്കുമ്പോൾ ഇടതുപക്ഷത്തെക്കാളും BJPയെ നേരിടാൻ കോൺഗ്രസ്സാണ് ഫലപ്രദമാവുക എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ പോലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വലിയ പരാജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പൊതു ട്രെൻഡ് ഇങ്ങനെ തന്നെയാണ് കേരളത്തിൽ. അതിന് വ്യത്യസ്തമായി ഉണ്ടായത് 2004 തെരഞ്ഞെടുപ്പാണ്. 2004 രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പ്രത്യേകത, 3 വിഭാഗങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ അക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നേരിട്ടത്. ഒരു ഭാഗത്ത് കോൺഗ്രസ്, ഒരു ഭാഗത്ത് BJP, അതിൻ്റെ നടുവിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളും, അതായത് ജനതാദൾ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് കർഷക പാർട്ടികളും മതേതര പാർട്ടികളും ഇടതുപക്ഷവും. ഇത് 3 പ്രബലമായ ഒരു ശക്തിയായിരുന്നു. 3-ാം മുന്നണിയൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ വന്ന സാഹചര്യം എല്ലാം ഉണ്ടായ ഒരു കാലം കൂടിയാണ് ഈ 2004 തൊട്ട് മുമ്പേ ഉള്ള സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ 2004 BJPയുടെ ഭരണം, 6 വർഷത്തെ ഭരണം, വലിയ ജനവിരുദ്ധമായ ഭരണമായിരുന്നു. ആ BJP ഭരണത്തിനെതിരായി ഒരു വലിയ ജനവികാരം ഇന്ത്യയിലാകെ ഉണ്ടായി. ആ ജനവികാരം ഒരേ സമയം കോൺഗ്രസിന് അനുകൂലമായും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിനും ജനതാദൾ ഉൾപ്പെടെയുള്ള ശക്തികൾക്കും അനുകൂലമായി വരുന്ന നിലയുണ്ടായി. ഇടതുപക്ഷമെടുത്ത ശരിയായ നിലപാടുകൾ ജനങ്ങളിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കി. 2, കേരളത്തിലാണെങ്കിൽ അക്കാലത്ത് മുസ്ലിം ലീഗിൻ്റെ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, കുഞ്ഞാലിക്കുട്ടി ഇഷ്യൂ, അക്കാലത്തെ UDF സർക്കാർ നടത്തിയ ജനവിരുദ്ധമായ നടപടികൾ, അതിനെതിരായി ജനങ്ങളാകെ വൈകാരികമായി ഉയർന്നൊരു സാഹചര്യം, നമ്മുടെ നേതൃത്വത്തിൽ നാം നടത്തിയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ജനങ്ങളുടെ വലിയ കൂട്ടായ്മകൾ, ഇതെല്ലാം കൂടി ആ തെരഞ്ഞെടുപ്പിൽ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഇടതുപക്ഷത്തിനൊരു സ്ഥാനമുണ്ട് എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നു. 3-ാം മുന്നണി ഉൾപ്പെടെയുള്ള കക്ഷികൾ ഒരു പ്രബലമായ വിഭാഗമായി മാറും എന്നുള്ള സാഹചര്യം രൂപപ്പെട്ടു. ഇവിടെ കോൺഗ്രസിനെയും UDFനെയും ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം വന്നു. ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് 18 സീറ്റിലും നമ്മൾ ജയിക്കുന്ന നില 2004 ഉണ്ടായത്. ബാക്കി കാലത്തെല്ലാം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന, UDFനോടൊപ്പം നിൽക്കുന്ന ഒരു മൂവ്മെൻ്റാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യം, ഒരു സീറ്റിൽ BJP ജയിച്ചു. 2 സീറ്റുകളിൽ അവർ വിജയത്തിനടുത്തെത്തി. അവരുടെ വോട്ട് 2014 അപേക്ഷിച്ച് 2024 എത്തുമ്പോൾ 10% വർദ്ധിച്ചു, 20% എത്തി. 2014 അവർക്ക് 10% വോട്ട് വീതമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 20% എത്തി. അതീവ ഗൗരവമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് BJPയുടെ ഈ വോട്ട് ഷെയർ കൂടിയത് സംബന്ധിച്ച് കേരളത്തിലുണ്ടായിട്ടുള്ള സവിശേഷമായ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് കേരളം എന്തെല്ലാം നിലയിൽ പറഞ്ഞാലും RSS 1940 മുതൽ അതിൻ്റെ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അവർക്ക് വേണ്ടത്ര ഇടപെടാൻ വേണ്ടി കഴിയാത്ത, അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു സമൂഹമായിരുന്നു കേരളത്തിൻ്റേത്. അതിനെ തകർക്കാൻ പറ്റാവുന്ന നിലയിലേക്ക്, കേരളത്തിൻ്റെ മതനിരപേക്ഷത മനസ്സിനെ തകർക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്ക്, അതിനെ മറികടക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്ക് ഞങ്ങളിതാ വളരുന്നു എന്ന് കേരളത്തിലെ RSSും സംഘപരിവാറും പ്രഖ്യാപിക്കുന്ന നിലയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നമുക്ക് വന്നിട്ടുള്ളത്. തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ വലിയ വോട്ടുകൾ അങ്ങോട്ട് പോയി എന്നുള്ളതാണ് BJP ജയിക്കുന്നതിനിടയായിട്ടുള്ള ഒരു കാരണം. നമുക്ക് ഇടതുപക്ഷത്തിന് 17,000 വോട്ടിനടുത്ത് കൂടി, എന്നാൽ കോൺഗ്രസിന് 80,000 വോട്ട് കുറഞ്ഞു. അങ്ങനെയാണ് 70,000 വോട്ടിന് അവിടെ UDF ജയിക്കുന്ന സാഹചര്യം, BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ആലപ്പുഴയിലും അതേപോലെ തന്നെ തിരുവനന്തപുരത്തും, അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ മറ്റേ ആറ്റിങ്ങൽ സീറ്റിലുമെല്ലാം വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാനായി എന്നുള്ളതാണ് അനുഭവം. ഈ വോട്ട് BJPക്ക് ലഭിച്ചതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് മറ്റൊരനുഭവം. തൃശ്ശൂരിൽ ഈ ഒരു നില ഉണ്ടായെങ്കിലും മറ്റിടങ്ങളിലെല്ലാം
ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയിലുള്ള കുറച്ച് വോട്ടുകൾ അപ്പുറത്തേക്ക് പോയി എന്നുള്ളത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. ഈ വർഗീയവൽക്കരണത്തെ കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ സെക്യുലർ അന്തരീക്ഷം നിലനിർത്താൻ ഭഗീരഥ ശ്രമം ഇടതുപക്ഷക്കാർ നടത്തേണ്ട ഒരു കാലം ആണ് ഈ കാലം എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ഒരു സാഹചര്യത്തെ മറികടക്കണമെങ്കിൽ ഒന്ന് നമ്മൾ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ഒന്ന്, നവ ഉദാരവൽക്കരണ നയങ്ങൾ വലിയ സ്വാധീനമാണ് മലയാളിയുടെ ജീവിതത്തിലുണ്ടാക്കിയത്. അതിൻ്റെ സൗകര്യങ്ങൾ, മൊബൈൽ ഫോൺ, വാർത്താവിനിമയ സംവിധാനം, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭീതിതമായ നിലയിലേക്കുള്ള വളർച്ച, ഉപഭോഗ സംസ്കാരം ശക്തിപ്പെട്ടു വന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ മലയാളിയുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നവ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പുരോഗതി ഈ കേരളത്തിലെ ഒരു 10% ആളുകൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനായിട്ടുണ്ട്. ഒരു 30% ആളുകൾ, അതായത് ഏറ്റവും പാവപ്പെട്ട പരമ്പരാഗത വ്യവസായ മേഖലയിലെല്ലാം ജോലി ചെയ്തിരുന്ന കേരളത്തിലെ ഒരു 30% ആളുകൾ ജീവിതത്തിൽ വളരെ പിന്നോട്ട് പോകുന്ന നിലയുണ്ടായി. അത് കേരളത്തിലെ കയർ, കശുവണ്ടി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരമ്പരാഗത വ്യവസായ മേഖലയിൽ ജോലി ചെയ്ത തൊഴിലാളികൾ, പരമ്പരാഗത വ്യവസായ മേഖലയുടെ തകർച്ച അവരുടെ ജീവിതത്തെയും തകർക്കുന്ന നിലയിലേക്ക് പോയി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബാക്കി ഒരു 60% ഉണ്ടാവും. ഈ 60% അവരുടെ ജീവിതം താഴോട്ട് പോവാതിരിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് പോകാനുള്ള നെട്ടോട്ടത്തിലുമാണ് കേരളത്തിലെ ഈ 60%. എങ്ങനെയെങ്കിലും മുകളിലേക്ക് എത്തണം. അത് ലോൺ വാങ്ങിയിട്ടോ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയിട്ടോ എന്ത് ത്യാഗം സഹിച്ചും പണം ഉണ്ടാക്കുക, ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ള നിലയിലേക്ക് ഒരു 60% മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു നവ ഉദാരവൽക്കരണ നയങ്ങളുടെ കാലത്തെ ജീവിതം നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും പിന്നോട്ട് പോവാതിരിക്കാനും ഒക്കെയായി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനതയാണ് കേരളത്തിലുള്ളത്. അവർക്കിടയിലാണ് നാം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ള കാര്യം ഗൗരവമായി കാണണം. പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ സാഹചര്യം അല്ല ഇന്നുള്ളത് എന്നർത്ഥം. പഴയകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടു വന്നത് ആദ്യഘട്ടം ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായിട്ടുള്ള നവോത്ഥാന നായകരുടെ പ്രവർത്തനങ്ങൾ, അതായത് ജാതീയമായി ഭീകരമായി വേർതിരിഞ്ഞിരുന്ന സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തിനകത്ത് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ഭടാനന്ദ സ്വാമികൾ, ചാവറ അച്ഛൻ, വക്കം മൗലവി, അങ്ങനെ തുടങ്ങി എല്ലാ മതവിഭാഗത്തിനകത്തും സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായി. അവരുടെ എല്ലാം ലക്ഷ്യം നിലവിലുള്ള ഈ ജാതി വ്യവസ്ഥക്കകത്ത് കുരുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ ഒരു ആധുനിക സമൂഹത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും മുതലാളിത്തത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അന്തരീക്ഷം രൂപപ്പെടുത്തലാണ്. ആ നിലയിലേക്ക് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, നവോത്ഥാന നായകർ ജാതി വ്യവസ്ഥക്കെതിരായി, ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരായി, ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരായി ജനങ്ങളിൽ വലിയ അവബോധം ഉണ്ടാക്കി. അയ്യങ്കാളി വഴി നടക്കുന്നതിന് വേണ്ടിയുള്ള സമരം നടത്തി, കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പണിമുടക്ക് നടത്തി, ജാതീയമായ അവശത കാണിക്കുന്ന ആഭരണങ്ങളും അടയാളങ്ങളും വലിച്ചെറിയുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരു ദൈവത്തെ കാണാൻ പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്നൊരു കാലത്ത് 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയാണ്. എന്നിട്ട് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കുകയാണ്. ആ അമ്പലത്തിന് മുകളിൽ എഴുതി വെക്കുകയാണ്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ ഇല്ലാതെ എല്ലാ മനുഷ്യരും സമന്മാരായി കഴിയുന്ന ഒരു സ്ഥാനമാണിത് എന്ന് എഴുതി വെക്കുക. അത് അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തിയിട്ട് അവിടേക്ക് മാത്രമുള്ളതല്ല, കേരളത്തിനാകെയുള്ള ഒരു സന്ദേശം 1888 1.5 നൂറ്റാണ്ട് മുമ്പേ ശ്രീനാരായണ ഗുരു പറയുകയാണ്. അവർ ഉയർത്തിയിട്ടുള്ള ഈ നവോത്ഥാന നായകർ ഉയർത്തിയുള്ള സന്ദേശം കേരളത്തിൽ പിന്നീട് രൂപപ്പെട്ടു വന്ന വിവിധ
വിഭാഗങ്ങൾക്കിടയിലുള്ള സംഘടനകൾ ഏറ്റെടുക്കുകയാണ്. ഒന്ന്, ദേശീയ പ്രസ്ഥാനം തന്നെ ഇതിൻ്റെ ഒരു തുടർച്ച ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വഴിയിലൂടെ പിന്നോക്കക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് വൈക്കം സത്യാഗ്രഹം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. ഗാന്ധി ഉൾപ്പെടെ പങ്കെടുത്തിരുന്ന സമരമായിരുന്നു. ആ സമരത്തിൻ്റെ ഒടുക്കത്തിലാണ് വൈക്കം അമ്പലത്തിൻ്റെ 3 ഭാഗങ്ങളിലൂടെ പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് നടക്കാനുള്ള അവകാശം കിട്ടിയത്. അതിനുശേഷം 1930 എല്ലാം ആകുമ്പോഴത്തേക്കും ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുകയാണ്. ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കൃഷ്ണപിള്ള AKG ആയിരുന്നു. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഭീകരമായ മർദ്ദനാണ് AKGക്കും കൃഷ്ണപിള്ളക്കും അനുഭവിക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് 1947 ആകുമ്പോഴാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്, കൊച്ചിയിലെ പാലിയത്ത് അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി, ദൈവത്തെ കാണാനുള്ള അവകാശത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. ആ സമരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ സഖാവ് AG വേലായുധൻ പോലീസിൻ്റെയും ഗുണ്ടകളുടെയും ആക്രമണത്തിൻ്റെ ഭാഗമായി മരിക്കുന്നത്. അപ്പോൾ ഇത് ദേശീയ പ്രസ്ഥാനം, പിന്നീട് പുരോഗമനവാദികൾ, കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ കൃഷ്ണപിള്ളയും AKGയുടെയും നേതൃത്വം, അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നേതൃത്വം കൊടുത്ത് ജാതീയമായ അവശതകൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ഏറ്റെടുത്തു നടത്തി. 2, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ വിവിധ തൊഴിലാളി സംഘടനകൾ, കർഷക തൊഴിലാളി സംഘടനകൾ, മറ്റു കൂട്ടായ്മകൾ, ഇതിലൂടെയെല്ലാം തങ്ങളുടെ ജീവിത പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരെല്ലാം ഒന്നിച്ചു ചേർന്നുള്ള തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും എല്ലാം രൂപപ്പെട്ടു. അപ്പോൾ ജാതീയമായ അവശതകൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ജീവിത പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടങ്ങളായി മാറി എന്നുള്ളതാണ് കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നത്. ഈ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നു. കയ്യൂർ, കരുവള്ളൂർ, കാവുമ്പായി, പുന്നപ്ര, വയലാർ, തില്ലങ്കേരി, പാടിക്കുന്ന്, ഒഞ്ചിയം എന്നെല്ലാം പറഞ്ഞാൽ മലയാളിക്ക് മനുഷ്യനായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലെ രക്തവും ജീവനും ബലിയായി അർപ്പിച്ച ചരിത്ര സ്ഥലങ്ങളുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞ പേരുകളെല്ലാം. ഈ പോരാട്ടത്തിലൂടെ, ഈ സമരത്തിലൂടെയെല്ലാമാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് 1957 EMSൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഐക്യ കേരളം എന്ന് പറയുന്ന ഒരു സന്ദേശം മുന്നോട്ട് വെക്കുന്നത്. സഖാവ് EMS കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള പുസ്തകത്തിലൂടെ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും എല്ലാം ചേർന്ന് കേരളം രൂപീകരിക്കേണ്ട, ഭാഷാ സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളം രൂപീകരിക്കേണ്ട ആവശ്യകത മുന്നോട്ട് വെക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊരു മുദ്രാവാക്യമായി ഉയർത്തുന്നു. ആ മുദ്രാവാക്യത്തിന് പിന്നിൽ കേരളത്തിലെ അത്യാവശ്യം എല്ലാവരും ഒന്നിച്ചു ചേരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1956 കേരളം രൂപീകരിക്കുന്നു. അതുവരെ എല്ലാവരും ഒന്നിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അഭിപ്രായത്തോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. 57 EMSൻ്റെ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ് ഒരേ സമയം കേന്ദ്ര സർക്കാരിൻ്റെ, ഒരു ബുഷ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ്. ആ പരിമിതികളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ തങ്ങളുടെ വർഗ നിലപാടുകൾ പ്രയോഗിക്കാൻ വേണ്ടി തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയെ തകർക്കലാണ്. അത് തകർക്കണമെങ്കിൽ ആദ്യം ഫ്യൂഡലിസത്തെ തകർക്കണം. അങ്ങനെയാണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവും പൈങ്കിളി എന്ന മുദ്രാവാക്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോരാട്ടങ്ങളുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിയത് EMS ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നടപ്പിലാക്കിയത്. ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഫ്യൂഡലിസത്തിൻ്റെ അടിവേര് മാന്തലാണ്. അപ്പോൾ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ തകർക്കുന്നതിനുള്ള നേതൃത്വം നമ്മൾ ഈ പോരാട്ടങ്ങളിലൂടെയും സമരങ്ങളിലൂടെയെല്ലാം ജനങ്ങളുടെ പിന്തുണ നേടി. സർക്കാർ അധികാരത്തിൽ വന്നു. ആ സർക്കാർ ഫ്യൂഡലിസത്തിൻ്റെ അടിവേര് മാന്തി. നമ്മുടെ വർഗ നിലപാട്, കൃത്യമായ നമ്മുടെ കാഴ്ചപ്പാട് ആ സർക്കാർ മുന്നോട്ട് വെച്ചു. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ മേഖലയിലെ ജനകീയവൽക്കരണം, തൊഴിൽ സമരങ്ങളിൽ തൊഴിലാളികളുടെ അവകാശ പ്രശ്നങ്ങളിൽ പോലീസ് ഇടപെടുന്ന പ്രശ്നം, അങ്ങനെ തുടങ്ങി ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് സ്വീകരിച്ചു. അപ്പോഴാണ് കേരളത്തിലെ എല്ലാ ജാതിമത സംഘടനകളും വർഗീയ സംഘടനകളും കൂടി ചേർന്ന് EMS ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിനുള്ള വിമോചന സമരം നടത്തുന്നത്. വിമോചന സമരം പൊളിഞ്ഞുപോയി. പക്ഷേ നെഹ്റു ഗവൺമെൻറ് EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. നെഹ്റു ഗവൺമെൻറ് EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത് കേരളത്തിലെ ഈ പറയുന്ന ജാതിമത ശക്തികൾക്ക് വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്.
അവരുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി പറ്റാവുന്ന അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജാതിമത സംഘടനകളും എല്ലാ മാധ്യമങ്ങളും അമേരിക്കൻ സാമ്രാജ്യത്വവും CIA എല്ലാം കൂടിച്ചേർന്ന് ഒരു വിശാലമായ ഐക്യമുന്നണി രൂപീകരിക്കുകയും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലേക്ക് കേരളം മാറി. കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ ഉയർന്ന ഘട്ടം മാത്രമല്ല, ഈ ജാതി മത സംഘടനകളെല്ലാം ജനങ്ങളെ വർഗീയമായും ജാതീയമായും ചേരിതിരിക്കുന്നതിനും ഇടപെടുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറി എന്നുള്ളതാണ് 57-നും 59-നും ഇടയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. 57-ലെ EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടപ്പോഴാണ് മലയാള മനോരമയുടെ മുതലാളി കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഞാൻ കുടുംബസമേതം കമ്മ്യൂണിസ്റ്റുകാർ ഇനി അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നെല്ലാം പ്രഖ്യാപിച്ചത്. പക്ഷേ 1960 മുതൽ കേരളത്തിൽ വലതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നു. മുസ്ലിം ലീഗ് അതിലൊരു പ്രധാനപ്പെട്ട കക്ഷിയായി. അതാണ് കേരളത്തിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിമോചന സമരത്തോടുകൂടി വർഗീയ സംഘടനകളെല്ലാം ശക്തിപ്പെട്ടു. മുസ്ലിം ലീഗ് കേരളത്തിലെ അധികാരത്തിൻ്റെ ഭാഗമായി 1960-ലെ സർക്കാരിൽ അവർ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന നിലയിലേക്ക് മാറി. അതിന് മുന്നേയും ലീഗ് ഉണ്ടായിരുന്നു. മദിരാശി നിയമസഭയിൽ അവർക്ക് സ്ഥാനം ഉണ്ടായിരുന്നു. അവർക്കൊരു MP ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് തന്നെ. പക്ഷേ അധികാരത്തിലേക്ക് കൈകാര്യം ചെയ്യപ്പെട്ടത് ഈ 60-ന് ശേഷമാണ്. പിന്നീട് 1967-ലാണ് വീണ്ടും EMS നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. സപ്തകക്ഷി മുന്നണിയായിരുന്നു. ആ സർക്കാരിനെ ഈ പറഞ്ഞ പോലെ ഭൂപരിഷ്കരണവും മിച്ചഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സമഗ്രമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചപ്പോൾ മുന്നണിക്കകത്ത് കുറുമുന്നണി ഉണ്ടാക്കി CPIയും മുസ്ലിം ലീഗുമെല്ലാം കൂടി ചേർന്ന് ആ സർക്കാരിനെ തകർത്തു. 1969-ൽ CPIM-ന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രഖ്യാപിച്ചത് 1970 ജനുവരി മാസം 1-ാം തീയതി കേരളത്തിന് മുകളിൽ സൂര്യൻ ഉദിച്ചാൽ ഇവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതായി ഞങ്ങൾ പ്രഖ്യാപിക്കും. കുടികിടപ്പ് അവകാശം ജന്മിമാർ നൽകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഭൂമി പിടിച്ചെടുത്ത് ഞങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു. ജനുവരി 1-ന് കേരളത്തിന് മുകളിൽ സൂര്യൻ ഉദിച്ചു. നൂറുകണക്കായ രക്തസാക്ഷികളുടെ ചോര കൊണ്ട് ചുവന്ന അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത ചെങ്കൊടി ഏന്തിക്കൊണ്ട് കേരളത്തിലെ മാർക്സിസ്റ്റുകാർ 5.5 ലക്ഷം കുടുംബങ്ങൾക്ക് 10 സെൻറ്റ് ഭൂമി വളച്ചു കെട്ടിക്കൊടുത്തു. ആ പോരാട്ടത്തിന് തുടർച്ചയായി പിന്നീട് ഒരു 5 ലക്ഷത്തിന് കൂടി 4 സെൻറ്റും 10 സെൻറ്റും ഒക്കെയായി കുടികിടപ്പ് കിട്ടുന്ന നിലയിലേക്ക് മാറി. അതായത് മലയാളിയെ തൻ്റേടിയാക്കി മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തൻ്റേടി എന്ന് പറഞ്ഞാൽ തൻ്റേതായ ഇടമുള്ളവനാക്കി മാറ്റി. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ കയറാൻ വേണ്ടി പറ്റാത്തവന് അമ്പലത്തിൽ കയറാനുള്ള പോരാട്ടങ്ങളും സമരങ്ങളും നടത്തി അത് കേരളത്തിൽ സാധ്യമാക്കി. ഈ പറഞ്ഞ പോലെ ഭൂമി അവന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം കൂടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ അത് ശക്തിപ്പെട്ടാൽ നിക്ഷിപ്ത താല്പര്യക്കാർക്കെല്ലാം പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധം കുറേ കൂടി ശക്തിപ്പെടുന്ന നിലയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് വിരോധമല്ല, മാർക്സിസ്റ്റ് വിരോധം. കാരണം CPIയും മുസ്ലിം ലീഗ് കൂടി ചേർന്നുകൊണ്ടാണ് 69-ൽ സർക്കാരിനെ അട്ടിമറിക്കുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് കേരള രാഷ്ട്രീയം മാറുന്ന സ്ഥിതിയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ധാരാളം മാറ്റങ്ങളുണ്ടായി. ധാരാളം മാറ്റങ്ങളിൽ 1980 BJP ഉണ്ടാവുന്നു. BJP അതിൻ്റെ രാഷ്ട്രീയ പദ്ധതി ഹിന്ദുത്വ ആണെന്ന് പ്രഖ്യാപിക്കുന്നു. LK അദ്വാനിയുടെ നേതൃത്വത്തിൽ മുസ്ലിം വിരോധം വ്യാപകമായി പ്രചരിപ്പിച്ച് ഹിന്ദു ഏകീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. കേരളത്തിലാണെങ്കിൽ ഈ 60 മുതൽ എല്ലാ സർക്കാരിലും മുസ്ലിം ലീഗ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു കഷ്ണം ഇടതുപക്ഷം വന്നാലും മാർക്സിസ്റ്റുകാർ വന്നാലും ഇങ്ങനെ ഏതെങ്കിലും ഒരു കഷ്ണം ഉണ്ടാവും. മുസ്ലിം ലീഗ് അധികാരത്തിലുള്ള സമയത്ത് പലപ്പോഴും എടുക്കുന്ന വർഗീയ നിലപാടുകൾ, ആ നിലപാടിനെ ചൂണ്ടിക്കാട്ടി സംഘപരിവാർ സംഘടനകൾ, RSS മതേതരമായി ചിന്തിക്കുന്ന ഹിന്ദുക്കളെ വർഗീയവാദികളാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതായത് മുസ്ലിങ്ങൾ അധികാരമെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഹിന്ദുക്കൾക്കൊന്നുമില്ല എന്നുള്ള നിലയിലേക്ക് ഇതിനെ ചൂണ്ടിക്കാട്ടി വർഗീയത ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തി. ദേശീയ രാഷ്ട്രീയം അവർക്ക് അനുകൂലമായി. LK അദ്വാനിയുടെ രഥയാത്ര, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വല്ലാത്ത അന്തരീക്ഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴാണ് CPIM തീരുമാനിക്കുന്നത്
ഇത് കേരളത്തെ ഭീകരമായ നിലയിലേക്ക് വർഗീയ ചേരിതിരിവിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് വർഗീയ ശക്തികളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു മുന്നണിയായി നമുക്ക് മാറണം. അങ്ങനെയാണ് 1987 അതിനു മുമ്പേ തന്നെ മുന്നണിക്കകത്തുണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗത്തെ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കി എന്നിട്ട് ഒരു മതേതരമായ മുന്നണി കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് നിശ്ചയിച്ചു. അത് പാർട്ടിക്കകത്ത് വലിയ കുഴപ്പങ്ങളുണ്ടായി. സഖാവ് MVR, അതേപോലെ തന്നെ CK ചക്രപാണി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചതുണി മാഷ് ഉൾപ്പെടെയുള്ള അക്കാലത്തെ ഒരു പ്രഗത്ഭരായ പാർട്ടി നേതൃത്വം മുഴുവൻ പാർട്ടിയുടെ നിലപാടിനെതിരായി നിന്നു. അവരെ CPIM പുറത്താക്കേണ്ടി വന്നു. അവർ വേറെ പാർട്ടി ഉണ്ടാക്കി UDFനോടൊപ്പം ചേർന്നു. അങ്ങനെയുള്ള സങ്കീർണമായൊരു സാഹചര്യം വന്നപ്പോഴും CPIM ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചു. 87 തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ ശക്തിയും ഇല്ലാത്ത ഒരു തെളിമയാർന്ന മതനിരപേക്ഷ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എല്ലാവരും പറഞ്ഞു ഇടതുപക്ഷം തോൽക്കും, കാരണം മുസ്ലിം ലീഗ് ഇല്ലാതെ കേരളത്തിൽ ജയിക്കാൻ വേണ്ടി പറ്റില്ല, ജയിച്ച ചരിത്രമില്ല. നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നേരിട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം 80 സീറ്റ് നേടി സഖാവ് നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. പക്ഷേ ഉണ്ടായൊരു പ്രത്യേകത, മലപ്പുറത്ത് ഒറ്റ സീറ്റും നമുക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ലീഗ് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ആ മുന്നണി 27 വർഷം കേരളത്തിൽ അധികാരത്തിലിരുന്ന് ഈ അധികാരമെല്ലാം കൈകാര്യം ചെയ്ത മുസ്ലിം ലീഗിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി. അതിനുശേഷം 4 വർഷക്കാലം നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനം ഉൾപ്പെടെ കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലക്കകത്ത് സമഗ്രമായ ഇടപെടലുകൾ ഏറ്റവും സെക്യുലറായി ആ സർക്കാർ നടത്തി. 90 ഒരു ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടന്നു. വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് കിട്ടി. അപ്പോൾ ഇടതുപക്ഷം തീരുമാനിച്ചു, നമുക്ക് 92 വരെ ആ നിയമസഭക്ക് കാലാവധി ഉണ്ട്, കാത്തു നിൽക്കേണ്ട, ഒരു വർഷം മുമ്പേ തന്നെ നമുക്ക് പിരിച്ചുവിട്ട് ലോക്സഭയോടൊപ്പം തിരഞ്ഞെടുപ്പ് നടത്താമെന്ന് തീരുമാനിച്ചു. 91 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായ പ്രശ്നം എന്ന് പറയുന്നത്, അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മുസ്ലിം ലീഗ് തിരിച്ച് അധികാരത്തിൽ വരാൻ RSSുമായി സഖ്യമുണ്ടാക്കി എന്നുള്ളതാണ്. അതിൽ മുസ്ലിം ലീഗും കരുണാകരനും അതിനുവേണ്ടി ഇടനിലക്കാരായി വിനിയോഗിച്ചത് അക്കാലത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ജയറാം പടിക്കലിനായിരുന്നു. അയാളുടെ ആത്മകഥയിൽ ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്തായിരുന്നു ലീഗും കോൺഗ്രസും ചെയ്തത്? ലീഗും കോൺഗ്രസും RSSുമായി നേരിട്ട് ചർച്ച നടത്തി. എന്നിട്ട് അവരുണ്ടാക്കിയ ധാരണ, ഒരു RSSകാരനെ കേരള നിയമസഭയിൽ എത്തിക്കണം. അങ്ങനെ ചെയ്താൽ മുസ്ലിം ലീഗിന് തിരിച്ച് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം മറ്റിടങ്ങളിലെല്ലാം വോട്ട് മാറി ചെയ്ത് UDFനെ അധികാരത്തിലെത്തിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ 1991 തെരഞ്ഞെടുപ്പിൽ RSSൻ്റെ ഏറ്റവും ഉയർന്ന ദൈക്ഷണിക കേന്ദ്രമായ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ഡോക്ടർ മാധവൻകുട്ടിയെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നിശ്ചയിച്ചു. UDFലെ ഘടകകക്ഷി ചർച്ചകളിൽ ബേപ്പൂർ നിയോജക മണ്ഡലം അക്കാലത്ത് മുസ്ലിം ലീഗിനാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ്, ഒരു പ്രാദേശിക നേതാവ് അഡ്വക്കേറ്റ് ആലിക്കോയ കോണി ചിഹ്നത്തിൽ നോമിനേഷൻ കൊടുത്താണ്. ആ നോമിനേഷൻ പിൻവലിച്ചിട്ടാണ് ബേപ്പൂർ മണ്ഡലം RSSന് കൊടുക്കുന്നത്. വർഗീയ ശക്തികൾക്ക് വർഗീയ കലാപങ്ങൾ നടത്തിയ അനുഭവമുള്ള മണ്ണാണ് ബേപ്പൂരിൻ്റേത്. BJPയും UDFും ചേർന്നാൽ ഒരു 10,000-10,000 വോട്ടിനെല്ലാം ജയിക്കാൻ വേണ്ടി പറ്റാവുന്ന രാഷ്ട്രീയ സാഹചര്യം എല്ലാം ഉണ്ട്. ഇതെല്ലാം വെച്ചാണ് ബേപ്പൂർ അവർക്ക് കൊടുത്തത്. തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികളാണ് നിയമസഭയിലേക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് TK ഹംസ, 2 ഈ പറയുന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായി പിന്നീട് നിശ്ചയിച്ച ഡോക്ടർ മാധവൻകുട്ടി. ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗ് അധികാരത്തിൽ നിന്ന് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ RSSുമായി അവർ സഖ്യമുണ്ടാക്കി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു RSSകാരനെ നിയമസഭയിൽ എത്തിക്കാൻ UDF അവരുടെ ഒരു സീറ്റ് കൊടുത്തു എന്ന് മാത്രമല്ല, സംയുക്തമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കി, രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിലെ ജനങ്ങൾ RSSകാരനെ തോൽപ്പിച്ചു. പക്ഷേ മറ്റിടങ്ങളിലെല്ലാം BJP വോട്ട് മറിച്ചു കൊടുത്ത് മുസ്ലിം ലീഗിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ചു. ഇതാണ് കേരളത്തിൽ 87 ശേഷം ഉണ്ടായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത്. അതായത്
അധികാരം നേടാനും അധികാരം തിരിച്ചു പിടിക്കാനും വർഗീയ ശക്തികൾ ആരുമായും സഖ്യമുണ്ടാക്കുമെന്നുള്ളതിൻ്റെ നേരനുഭവമാണ് 1991. പാണക്കാട്ട് തങ്ങളാണ് ഈ പറയുന്ന മാധവൻകുട്ടിയെ ഓരോ സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ ഭാഗമായി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പോയി അയാളോടൊപ്പം നിന്ന് പ്രസംഗിച്ചത്. ഈ കുട്ടി ഞാനാണ്, മാധവൻകുട്ടി എന്നാൽ നമ്മുടെ കുട്ടിയാണ് എന്ന് വരെ നേരിട്ട് പ്രസംഗിക്കുന്ന സാഹചര്യം ആ തെരഞ്ഞെടുപ്പിലുണ്ടായി. ആ ലീഗും കോൺഗ്രസുമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏതോ ഒരു RSSൻ്റെ 4ാം ഘട നേതാവിനെ കാണാൻ വേണ്ടി പോയതാണ് ആകെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായി ഈ 91 സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ബാബരി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടി അദ്വാനിയുടെ രഥയാത്ര കേരളത്തിൽ പിന്നീട് എപ്പോഴെല്ലാം ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം വർഗീയ ശക്തികൾ ഒന്നിച്ചു ചേർന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കീഴിൽ എല്ലാ തീവ്രവാദികളും ഒന്നിച്ചു ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു 2001 തെരഞ്ഞെടുപ്പ്. 2001 തെരഞ്ഞെടുപ്പിൽ ഒരു നബീസുവിൻ്റെ കള്ളക്കഥ പറഞ്ഞ് തീവ്ര മുസ്ലിം വികാരം ഉണ്ടാക്കി UDF ഒരു ഭാഗത്ത് പ്രവർത്തിച്ചു. അതിനെ ചൂണ്ടിക്കാട്ടിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ട് സംഘപരിവാരം പ്രവർത്തിച്ചു. ധാരാളം ഇടങ്ങളിൽ അവർ വോട്ട് മാറി ചെയ്തു കൊടുത്തു. ഈ വർഗീയ ഇടപെടലിലെല്ലാം ഭാഗമായി 2001 അവർ അധികാരത്തിൽ വന്നു. 2001 അവർ അധികാരത്തിൽ വന്ന ആ വർഷമാണ് മാറാട് കൂട്ടക്കൊല ഉണ്ടാകുന്നത്, മാറാട് കലാപം ഉണ്ടാകുന്നത്. മാറാട് എന്ന് പറഞ്ഞാൽ ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ അകത്താണ്. ആദ്യത്തെ കലാപത്തിൽ 5 പേർ മരിച്ചു. പിന്നീട് കൂട്ടക്കൊലയിൽ 9 പേർ മരിച്ചു, 8 പേര് മരിച്ചു, 13 പേർ. അങ്ങനെ കലാപം ഉണ്ടാവാനുള്ള കാരണം ഒന്നാമത്തെ കലാപത്തിലുള്ള എല്ലാ പ്രതികളെയും മുസ്ലിം ലീഗ് UDF സർക്കാർ അതിൻ്റെ എല്ലാ സംരക്ഷണയും ഒരുക്കി രക്ഷപ്പെടുത്തി കൊടുത്തു. രക്ഷപ്പെടുത്താൻ ആളുണ്ടെന്ന് വന്നപ്പം അവർ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്തി 8 ആളെ 10 മിനിറ്റ് കൊണ്ട് കൊന്ന് രക്ഷപ്പെട്ടു. മൊത്തം മരിച്ചത് 13 പേർ. 10 പേർ ഹിന്ദുക്കൾ, 3 പേർ മുസ്ലിങ്ങൾ. ഈ പറയുന്ന തീവ്രവാദ സംഘങ്ങളുടെ പിന്തുണയോടുകൂടി മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്നതിൻ്റെ ഭാഗമായി വലിയ കലാപം ഉണ്ടായി. കലാപത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യർ ഭീകരമായി കൊല ചെയ്യപ്പെട്ടു. BJP ഒരു തിരിച്ചടിയും നടത്തിയില്ല. പക്ഷേ അവർ ഈ 8 മൃതദേഹങ്ങൾ വെച്ച് കേരളത്തിൽ വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മതേതരമായ ഹിന്ദു മനസ്സുകളെ വർഗീയമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള ശ്രമം അവർ നടത്തി. അതിലവർക്ക് വലിയ വിജയമുണ്ടായി. കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അത് ഏറ്റവും സഹായകരമായി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഈ പറഞ്ഞ 2001 UDF സർക്കാർ മുസ്ലിം ലീഗിൻ്റെ സർക്കാരിൻ്റെ അധികാരത്തിൽ വരലോടുകൂടി ഉണ്ടായത്. ഇപ്പോൾ എന്താ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI ഈ തീവ്രവാദ സഖ്യം UDFനെ നിയന്ത്രിക്കുകയാണ്. അടുത്ത ഭരണം കിട്ടുന്നതിനാവശ്യമായ നിലയിലേക്ക് തീവ്രമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ലോകത്താകെയുള്ള ഇസ്ലാമിക ഭീകരതയുടെ അടിത്തറയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ പൂർവ്വകാല നേതാക്കന്മാർ ഹസനുൽ ബന്ന ഈജിപ്തിലെ, സയ്യദ് ഖുത്തൂബ് ഈജിപ്ത്, അവിടുത്തെ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡാണ് ഇതിൻ്റെ അടിസ്ഥാന മദർ സംഘടന എന്ന് പറയുന്നത്. അവരുടെ ആശയങ്ങൾ ഇത്രയേ ഉള്ളൂ: അള്ളാഹുവിൻ്റെ സർവാധിപത്യമുള്ള ഭൂമി സ്ഥാപിക്കാൻ വേണ്ടി ജിഹാദ് നടത്തുക, ഷഹീദാവുക, സ്വർഗത്ത് പോവുക. സ്വർഗത്ത് പോകാനുള്ള എളുപ്പമാർഗ്ഗം ഇതാണ്. നരകത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭരണം ഇല്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്നത് നരകത്തിൽ ജീവിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ജീവിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കണം. അതിനുവേണ്ടി മറ്റു മതവിഭാഗങ്ങളെ, മറ്റു വ്യവസ്ഥയെ, ജനാധിപത്യത്തെ എല്ലാം തകർക്കുക. ഇതാണ് മുസ്ലിമിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കടമ എന്നുള്ളതാണ് അവർ പ്രചരിപ്പിച്ചത്. ഇന്ത്യയിലാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് മൗലാന അബ്ദുൽ മൗദൂദി ആയിരുന്നു. അയാൾ ഈ ആശയങ്ങളുടെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു എന്നുള്ളതാണ് അനുഭവം. ആ ആശയങ്ങൾ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഇസ്ലാമിക് പബ്ലിക് ഹൗസിലൂടെ ധാരാളം പുസ്തകങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. SDPI എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകര സംഘമാണ്, രാഷ്ട്രീയ സംഘമാണെന്നാണ് പറയുക. പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു, പക്ഷേ SDPI നിരോധിച്ചില്ല. അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകര പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. സിമിയുടെ രൂപമാണ് പോപ്പുലർ ഫ്രണ്ട്. ഏറ്റവും തീവ്രവാദ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പറയുന്ന തീവ്രവാദ തത്വങ്ങളെ പ്രയോഗത്തിൽ വരുത്തുന്ന ഭീകര സംഘടനയാണ്. ഈ രണ്ടും മുസ്ലിം ലീഗും കോൺഗ്രസ് കൂടി ചേർന്നിട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ സഖ്യം ഇപ്പോഴും തുടരുകയാണ്.
ആ സഖ്യം കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് മാറുകയാണ്. ഇത് കേരളത്തിൽ ഭീകരമായ വർഗീയ ചേരിതിരിവിന് കാരണമാക്കും. ഈ സംഘമാണ് CPIM ആണ് മുസ്ലിം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രചരണം തെരഞ്ഞെടുപ്പിലും അതിനുശേഷവും നടത്തിയത്. CPIM ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഭരണഘടന, ജനാധിപത്യം ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണഘടനയെ സംരക്ഷിക്കുക, മതനിരപേക്ഷതയെ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അതിൻ്റെ ക്യാമ്പയിനും പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായാൽ ഏറ്റവും ഭീകരമായ നിലയിലേക്ക് അടിച്ചമർത്തപ്പെടുക പിന്നോക്ക ജാതി ഹിന്ദുക്കളാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിശദീകരിച്ചുകൊണ്ടാണ് ഈ മുസ്ലിം ജനവിഭാഗത്തിന് നേരെ RSS നടത്തുന്ന ആക്രമണങ്ങൾ അവർക്കെതിരായി മാത്രമല്ല ദളിതുകളെയും പിന്നോക്കക്കാരെയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നാം ഭരണഘടന നിലനിർത്താനുള്ള ക്യാമ്പയിനുകളും പ്രക്ഷോഭങ്ങളും നടത്തിയതെങ്കിൽ RSSന് മുന്നിൽ ചെറുവിരൽ അനക്കാതെ ഒരക്ഷരം മിണ്ടാതെ നിന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ നമ്മളെന്തോ ന്യൂനപക്ഷ പ്രകടനം നടത്തിയുള്ള പ്രചരണം നടത്തി നമ്മളിൽപ്പെട്ട ചില ആളുകളും ഇത് വിശ്വസിക്കുന്ന നിലയിലേക്ക് മാറി. എന്നാൽ ഞാനീ പറഞ്ഞ മുസ്ലിം ലീഗും അതിൻ്റെ തീവ്രവാദ സംഘങ്ങളും UDFും എല്ലാം കൂടി കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ അവസ്ഥ, കലാപങ്ങളിൽ കൊല ചെയ്യപ്പെട്ട വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ മറച്ചുവെച്ചു. മാധ്യമങ്ങൾ അത് മറച്ചുവെക്കാൻ സഹായിച്ചു. നമ്മളത് മറന്നുപോയി. ആകെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന വ്യാജമായ പ്രചരണമായി മാറി. ഞാൻ പറഞ്ഞത് ഈ രണ്ട് സംഘങ്ങളുടെയും ഒരു ഭാഗത്ത് സംഘപരിവാർ RSS, BJP, അതിൻ്റെ മറ്റ് സംഘപരിവാര സംഘടനകൾ, മറുഭാഗത്ത് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള കോൺഗ്രസ്. ഈ രണ്ട് വിഭാഗങ്ങൾ കേരളത്തെ വർഗീയമായി ചേരിതിരിക്കാനും അധികാരം കൈയാളാനുമുള്ള ശ്രമം നടത്തുമ്പോൾ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തി ഈ കേരളത്തെ നിലനിർത്തുക എന്നുള്ളതാണ് വർത്തമാനകാലത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ഈ കടമ നമുക്ക് നിർവഹിക്കാനായാലേ നവോദാരവൽക്കരണ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം നമുക്ക് ശക്തിപ്പെടുത്താനാവൂ. ആ പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിട്ടുള്ള നമ്മുടെ സർക്കാരിനെ നമുക്ക് സംരക്ഷിക്കാനാവൂ. മാധ്യമങ്ങൾ നമുക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളെ മുഴുവൻ നമുക്ക് നേരിടാൻ വേണ്ടി പറ്റൂ. മാധ്യമങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 1957 EMSന് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മാധ്യമങ്ങളാണ്. അമേരിക്കൻ CIA ഇവിടെ വന്ന് ആദ്യം ഒരു പത്രം തുടങ്ങി. ബാക്കി എല്ലാ പത്രങ്ങളെയും തങ്ങളുടെ കീഴിൽ അണിനിരത്തി. എന്നിട്ട് വലിയ പ്രചരണം നടത്തിയിട്ടാണ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഈ പറയുന്ന നിലയിലേക്കുള്ള ഒരു അന്തരീക്ഷം, ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്ന നിലയിലേക്കുള്ള അന്തരീക്ഷം അവർ രൂപപ്പെടുത്തിയത്. അതേ നിലയിൽ തന്നെയാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളുടെ പ്രത്യേകത, മാധ്യമങ്ങളുടെ മുതലാളി ആരാണോ അയാളുടെ രാഷ്ട്രീയ താല്പര്യമാണ് മാധ്യമങ്ങൾ പുറത്തുവിടുക. രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിൽ നിന്ന് വരുന്ന വാർത്തകൾ CPM വിരുദ്ധമായിരിക്കും. കാരണം അയാൾ BJPയുടെ നേതാവാണ്. മൂട്ടിൽ മരമുറി കേസിലെ പ്രതികളുടെ ചാനലിൽ നിന്ന് വരുന്ന വാർത്തകൾ CPM വിരുദ്ധമായിരിക്കും. കാരണം VS സർക്കാരിൻ്റെ കാലത്താണ് ഇവർക്കെതിരായിട്ടുള്ള കർശനമായ നിലപാടെല്ലാം സ്വീകരിച്ചത് നമ്മുടെ പാർട്ടി ഉൾപ്പെടെ. മാതൃഭൂമിയെന്നും മനോരമയെന്നും വരുന്ന വാർത്തകൾ CPM വിരുദ്ധമായിരിക്കും. കാരണം PV ചന്ദ്രൻ്റെ രാഷ്ട്രീയവും അതേപോലെ തന്നെ മാപ്പിളയുടെ മക്കളുടെ രാഷ്ട്രീയവും എല്ലാം കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണിൽ നിന്ന് വരുന്ന വാർത്തകൾ CPM വിരുദ്ധമായിരിക്കും. കാരണം മീഡിയ വൺ ലോകത്ത് തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനുകളിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നുള്ള നിലയിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവരുന്നു. ആ പണം ഉപയോഗിച്ചിട്ടാണ് അവർ മീഡിയ വണ്ണും മാധ്യമവുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ പറയുന്ന ലക്ഷ്യം കേരളത്തിലെ ഇടതുപക്ഷ സ്വഭാവത്തെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയമാണ് അതിലൂടെ വരിക. കേരളത്തിലെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഉൾപ്പെട്ട് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ നമ്മുടെ കൈരളിയേ ഉള്ളൂ, ദേശാഭിമാനിയേ ഉള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത്, ഏഷ്യാനെറ്റിലിരിക്കുന്ന ഇപ്പോഴത്തെ വിനു വി ജോൺ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു അവതാരകനെ ഏഷ്യാനെറ്റ് പുറത്താക്കിയെന്ന് സങ്കല്പിക്കാം. എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾക്ക് അവിടുന്ന് പോരേണ്ടി വന്നു. അയാളെ കൈരളി കൊണ്ടിരുത്തിച്ചാൽ വിനു വി ജോണിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇടതുപക്ഷത്തിൻ്റെ വാക്കുകളായിരിക്കും. അതായത് ഒരു മാധ്യമത്തിൻ്റെ മുതലാളിയുടെ താല്പര്യമാണ്
വാർത്തയായും വിശകലനമായും പച്ചക്കളവുകളായും എല്ലാം പുറത്തു വരിക. അതിൻ്റെ ഭാഗമാണ് കേരളത്തെ തകർക്കുക, CPM-നെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വയനാടിനെ സംബന്ധിച്ച വാർത്ത ഉൾപ്പെടെ അവർ പുറത്തുവിട്ടത്. PV അൻവറിന് ഒരാഴ്ചത്തെ ഒരായുസ്സുണ്ടാവും. നമ്മളെ അടിക്കാൻ കിട്ടുന്ന കാലത്തോളം അയാളെ അവർ ഉപയോഗപ്പെടുത്തും. അയാളാണെങ്കിൽ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ സ്വർണം കടത്താൻ വേണ്ടി ആളുകളെ വിനിയോഗിച്ച ആളുകളെ പോലീസ് വല്ലാതെ പീഡിപ്പിക്കുന്നു, അവരുടെ സ്വർണ്ണം എല്ലാം പിടിച്ചെടുക്കുന്നു. അതുകൊണ്ട് ഞാൻ കടത്തുന്ന സ്വർണ്ണമൊന്നും പിടിക്കാൻ വേണ്ടി പാടില്ല, എന്നെ പോലീസുകാർ ഉപദ്രവിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ എല്ലാം ഉണ്ടായത്. എന്തായാലും മുഖ്യമന്ത്രി അതിൻ്റെ വിശദാംശങ്ങളെല്ലാം അടുത്ത ദിവസം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്കത് നോക്കാം. ഞാൻ പറഞ്ഞത് എല്ലാ വലതുപക്ഷവും ചേർന്ന് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, എന്താണ് നമ്മുടെ വ്യത്യസ്തത. ഇത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യം മുഴുവൻ നവ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുകയാണ്. നവ ഉദാരവൽക്കരണ നയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള. സർക്കാർ കോളേജ് നടത്തരുത്, സർക്കാർ സ്കൂൾ നടത്തരുത്, സർക്കാർ ആശുപത്രി നടത്തരുത്, സർക്കാർ റോഡ് ഉണ്ടാക്കണ്ട, സർക്കാർ വ്യവസായം നടത്തണ്ട, സർക്കാർ ഒന്നും ചെയ്യരുത്, എല്ലാം കമ്പോളത്തിന് കൊടുത്തേക്കുക, അത് കമ്പോളം നോക്കിക്കോളും, സർക്കാർ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ഗവൺമെൻറ്റുകളും നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാരും കേരളം ഒഴികെയുള്ള 27 സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയം. ആ നയത്തിന് ബദലായി നമ്മുടെ കേരളം നിലകൊള്ളുക. നമ്മളോട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ചെറിയ പ്രാദേശിക പാർട്ടികളൊക്കെ അങ്ങനെ 15-20 കൊല്ലം ഭരിക്കേണ്ടല്ലോ, എന്തുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ തോറ്റുപോകണമെന്ന്. മറ്റുള്ളിടത്ത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും പ്രാദേശിക പാർട്ടി ഭരിച്ചാലും ഒക്കെ കണക്കാണ്. കാരണം അവരുടെ താല്പര്യം അവർ സംരക്ഷിക്കും. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷം അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ തകർക്കൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി നിലകൊള്ളുന്നു. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും സാധാരണ മനുഷ്യരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഈ സർക്കാരിനെ തകർക്കൽ അവരുടെ ഏറ്റവും അജണ്ടയാവുന്നു. കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത നിലയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നാം നടത്തി. കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ 18-ലെ പ്രളയം, 19-ലെ പ്രളയം, കോവിഡ്, ഇപ്പോൾ വയനാട് ഉൾപ്പെടെ ഏതെല്ലാം ഘട്ടങ്ങളിൽ കേരളം പ്രതിസന്ധിയിലേക്ക് പോയോ അപ്പോഴെല്ലാം കേരളത്തിലെ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചു നമ്മുടെ സർക്കാർ എന്നുള്ളതാണ് കേരളത്തിലെ സർക്കാരിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ സർക്കാരിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. ഒരു കാലത്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ വലിയ ഭീതിയോടുകൂടി കണ്ടിരുന്ന മനുഷ്യർ 2021-ലെ തെരഞ്ഞെടുപ്പെല്ലാം ആകുമ്പോഴത്തേക്കും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യം പറഞ്ഞ് പിണറായിയെ കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും എല്ലാം ഭീകരമായി വേട്ടയാടിയ കാലത്ത് കേരളത്തിലെ സ്ത്രീകളും സഹോദരിമാരും അമ്മമാരും എല്ലാം പിണറായിയെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് 90 സീറ്റ് ഉണ്ടായിരുന്ന LDF 99 സീറ്റ് നേടി വീണ്ടും കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രിയായത്. ഒരു കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. ആ പിണറായിയെയാണ് ഇങ്ങനെ ജനങ്ങളെ തൻ്റെ ത്യാഗപൂർണമായ സംഘടനാ പ്രവർത്തനം കൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി ഉയർന്നു വരികയും ജനങ്ങളുടെ മുഴുവൻ വിശ്വാസ്യത നേടുകയും ചെയ്ത ഒരു നേതാവിനെയാണ് ഈ എന്താ പറയുക, സാധാരണ നിലയിൽ കുരങ്ങനെ പറ്റി പറയാറുണ്ട്. കുരങ്ങനെ തേളുകുത്തിയ കുരങ്ങനെ ആദ്യം കുരങ്ങൻ കള്ളു കുടിച്ചു, ലേശം പ്രാന്തായിരുന്നു കുരങ്ങന്. അപ്പോൾ പ്രാന്തായ കുരങ്ങൻ കള്ളു കുടിച്ച കുരങ്ങനെ തേളുകുത്തി. ഇത് മൂന്നും കൂടി കുത്തിയ അവസ്ഥയാണ് ഇപ്പോൾ ഈ അൻവറിനുള്ളത്. ആ അവസ്ഥ വെച്ചുകൊണ്ടാണ് അയാൾ പിണറായിക്കെതിരായുള്ള പ്രചരണമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഖാവ് പിണറായി അടിയന്തരാവസ്ഥ കാലത്ത് അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. 22-ാമത്തെ വയസ്സിലിട്ട സഖാവ് പിണറായി MLA ആണ്, കൂത്തുപറമ്പ് MLA ആണ്. 1975 സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം സെപ്റ്റംബർ മാസം 8-ാം തീയതി സഖാവ് പിണറായി SFIയുടെ KSYFൻ്റെ പ്രവർത്തകനായിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്ന, MLA ആയിരുന്ന പിണറായിയെ വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ അന്നത്തെ മുഖ്യമന്ത്രി C അച്യുതമേനോൻ, ആഭ്യന്തരമന്ത്രി കരുണാകരൻ പിടിച്ചുകൊണ്ടുപോയിട്ട് കൂത്തുപറമ്പിലെ ലോക്കപ്പിലിട്ടൊരു ഭീകരമായ മർദ്ദനം കൊടുക്കുകയാണ്. കാലടിച്ച് പൊട്ടിച്ചു, ശരീരം മുഴുവൻ ഭീകരമായി ആക്രമിച്ചു. ശരീരത്തിൽ അണ്ടർവെയർ അല്ലാതെ വേറെ ഒരു വസ്ത്രം ഉണ്ടായില്ല, മുഴുവൻ കീറി ചോരയൊലിപ്പിച്ച്
ലോക്കപ്പിൻ്റെ മൂലക്കിലിട്ടു. പിണറായി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പിണറായിയെ കൈകാര്യം ചെയ്യാൻ അയച്ച പോലീസുകാർ തിരിച്ചുപോയത്. പിറ്റേന്ന് രാവിലെ ലോക്കപ്പിൽ വന്നു നോക്കിയപ്പോഴാണ് ചോരയിൽ കുടച്ച് കിടക്കുന്ന ഈ മൃതദേഹം ഇങ്ങനെ ചലിക്കുന്നത് കണ്ടത്. അതിൽ ചലനം ഉണ്ടായപ്പോഴാണ് എടുത്ത് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു പുലിക്കോടൻ നാരായണനെ ഏൽപ്പിക്കുക, അന്നത്തെ ഭീകരനായ പോലീസ് ഉദ്യോഗസ്ഥനെ. അവിടുന്നാണ് അവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുവന്നത്. ആ ജയിലിൽ ദീർഘകാലം ശരീരം അനക്കാൻ വേണ്ടി കഴിയാതെ കാലിനും മറ്റിടങ്ങളിലുമെല്ലാം പ്ലാസ്റ്റർ ഇട്ട് ഗുരുതരമായ അവസ്ഥയിൽ കഴിയേണ്ടി വന്ന പിണറായി വിജയനാണ് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംരക്ഷകനായി വളർന്നു വന്നത്. അതിനുശേഷവും ധാരാളം വേട്ടയാടലുകളുണ്ടായി. SNC ലാവിനുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അഴിമതിക്കാരനെന്ന് പറഞ്ഞു, ധാരാളം കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. അതൊന്നിലും ഒരു തരിമ്പ് പോലും സത്യമില്ല എന്ന് കണ്ട് കോടതികൾ കേസിൽ നിന്ന് SNC ലാവ്ലിൻ കേസിൽ ഒഴിവാക്കി. ഭാര്യയുടെ പേരിൽ കമല എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കമ്പനി സിംഗപ്പൂരിലുണ്ടെന്ന് പ്രചരിപ്പിച്ചു. അത് കളവായിരുന്നു എന്ന് കോൺഗ്രസിൻ്റെ തന്നെ സോളിസിറ്റർ ജനറൽക്ക്, അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നരസിംഹറാവു സർക്കാരിലെ സോളിസിറ്റർ ജനറൽക്ക് പറയേണ്ടി വന്നു. മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ പറയേണ്ടി വന്നു. എടപ്പാളിലുള്ള ഒരു വീട്, ഒരു രമ്യഹർമ്മം കൊട്ടാരം പിണറായിയുടേതാന്ന് മാസങ്ങളോളം പ്രചരണം നടത്തി. അവസാനം ആ പ്രവാസി തന്നെ വന്ന് ഇത് പിണറായിൻ്റെ വീടല്ല എൻ്റേതാന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ പ്രചരണം, എന്നാലും അവസാനിച്ചില്ല, പിന്നീടും അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എന്തെല്ലാം ആക്രമണങ്ങൾ ഈ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ, പ്രവർത്തകനെ തകർക്കാൻ വേണ്ടി നടത്തി. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. പിണറായിയെയും വീട്ടുകാരെയും എല്ലാ കുടുംബത്തെയും എല്ലാം ആക്രമിച്ച് അവരുടെ വിശ്വാസ്യത തകർത്ത് ഈ പ്രസ്ഥാനത്തെ തന്നെ തകർക്കാമെന്നുള്ളൊരു അജണ്ടയാണ് കേരളത്തിൽ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നേരെയും പ്രയോഗിച്ച കാര്യമാണ്. കാരണം നേതൃത്വം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നേതൃത്വം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നേതാവിൻ്റെ കരുത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കരുത്തോടുകൂടി നിലനിർത്തുക, മുന്നോട്ട് നയിക്കുക. നേതാവിൻ്റെ ഇച്ഛാശക്തിയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുക. അതുകൊണ്ട് ആ നിലപാടെല്ലാം ഏറ്റവും നന്നായി എടുക്കുന്ന പിണറായിയെ തകർക്കുക, അയാളുടെ വിശ്വാസ്യത തകർക്കുക. ഇതാണ് മാധ്യമങ്ങൾ ലോകത്താകെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് എടുത്ത നിലപാട്. ഇപ്പോൾ കേരളത്തിൽ കുറേ കൂടി രൂക്ഷമായ നിലയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. അപ്പോൾ അതുകൊണ്ട് പിണറായിയുടെ സൂര്യശോഭയെല്ലാം പോയി എന്നെല്ലാം ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഭ്രാന്ത് പിടിച്ച, കള്ളു കുടിച്ച, കടന്നൽ കുത്തിയ, കുരങ്ങൻ്റെ അവസ്ഥയിലെത്തിയ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതിൻ്റെ കൂടെ സഖാവ് റിയാസിനെ കൂടി കൂട്ടുക. റിയാസ് പിണറായിയുടെ മരുമകനായിട്ട് ഇപ്പോൾ ഒരു 10 കൊല്ലമൊക്കെ ആയിണ്ടാവുള്ളൂ. 10 കൊല്ലം ആയില്ലോ, 9 കൊല്ലം ആയിണ്ടാവുള്ളൂ. റിയാസ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്താണ്. വളരെ ചെറുപ്പത്തിൽ ഫറൂഖ് കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾ ഒന്നിച്ച് സംഘടനാ പ്രവർത്തനത്തിൽ ഇടപെട്ടതാണ്. ഫറൂഖ് കോളേജിൽ അദ്ദേഹം പഠിക്കുമ്പോൾ ഞാൻ ഫറൂഖ് ഏരിയ കമ്മിറ്റി ആഫീസ് സെക്രട്ടറി ആയിരുന്നു. ദീർഘകാലം ഏരിയ കമ്മിറ്റി ആഫീസിലും അദ്ദേഹം SFI നേതാവ് എന്നുള്ള നിലയിലുള്ള ബന്ധമുണ്ട്. അതിന് ശേഷം DYFI രംഗത്ത് ജില്ലാ കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒരുമിച്ച് ഞങ്ങൾ DC ഒന്നിച്ചാണ് വന്നത്. അതിന് ശേഷം DYFIയുടെ ഞാൻ ജില്ലാ പ്രസിഡൻറ്റും റിയാസ് സെക്രട്ടറിയായി കുറച്ചു കാലം പ്രവർത്തിച്ചു. പിന്നീട് അദ്ദേഹം സ്റ്റേറ്റ് സെൻറ്ററിലും ഞാൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അങ്ങനെ വളരെ അടുത്ത ആത്മബന്ധം ദീർഘകാലമുള്ളൊരു സഖാവാണ്. ഈ പറയുന്ന അൻവറെല്ലാം നമ്മുടെ പാർട്ടിയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ്സായി നടന്നിരുന്നൊരു കാലത്ത് കോഴിക്കോട്ടങ്ങാടിയിൽ പോലീസിൻ്റെ തല്ല് വാങ്ങി ഓരോ കാലഘട്ടത്തിലെയും UDF സർക്കാരുകൾ നടത്തിയ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച ഏറ്റവും ഉജ്ജ്വലനായ യുവജന പ്രവർത്തകനും പാർട്ടി പ്രവർത്തകനുമാണ് റിയാസ്. 8 കൊല്ലമേ ആയുള്ളൂ ഈ പറഞ്ഞ മരുമകനായിട്ട്. അപ്പോൾ അതുകൊണ്ട് റിയാസിനൊരു മരുമകനാക്കി ചുരുക്കിയിട്ട് പിണറായിയെ മോശമാക്കുക, റിയാസിനെ മോശമാക്കുക, പാർട്ടിയെ മോശമാക്കുക എന്നുള്ള ഒരു സംഘടിതമായ പ്രചരണമാണ് റിയാസിനെതിരായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിയാസ് DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങി, അഖിലേന്ത്യാ പ്രസിഡന്റ് വരെയായി, പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി തുടങ്ങി, ഈ ചെറുപ്പപ്രായത്തിൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. ആ നിലയിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായി നിർവഹിക്കുന്ന ഒരു ഊർജ്ജസ്വലനായ പാർട്ടി പ്രവർത്തകനാണ് സഖാവ് റിയാസ്.
ഇപ്പോൾ മന്ത്രിമാരുടെ ഇടയിൽ തന്നെ എല്ലാ മന്ത്രിമാരും നന്നായി പ്രവർത്തിക്കുന്നു. എന്നാൽ അതിൻ്റെ ഒരു ശരാശരിക്ക് അപ്പുറത്തേക്ക് നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സഖാവ് റിയാസ്. ഇതെല്ലാം പാർട്ടിക്ക് ഗുണം ചെയ്യുന്നു. നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ ഏറ്റവും പ്രധാന ഗുണമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം തകർക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, നമ്മുടെ മുന്നിൽ ഇന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട 3 ചുമതലകളാണ്. ഒന്ന്, നവോദാരവൽക്കരണ നയങ്ങൾക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം സംഘടിപ്പിക്കുക. നവോദാരവൽക്കരണ നയങ്ങൾ മുതലാളിത്ത വികസനത്തിന് വേണ്ടിയിട്ടാണ്, ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ്. ഇന്ത്യ രാജ്യത്തെ ഏകദേശം 53% വരുന്ന ജനങ്ങളുടെ കയ്യിൽ ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 3% മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തെ ജനസംഖ്യയിൽ 1% വരുന്നവരുടെ കയ്യിലാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 47%. ഗൗതം അദാനിയുടെ ഒരു ദിവസത്തെ ലാഭമെന്ന് പറയുന്നത് 1600 കോടി രൂപയാണ്. ഇന്ത്യ രാജ്യത്തെ സർക്കാരിൻ്റെ എല്ലാ നയങ്ങളും ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ദുരിതങ്ങൾ നൽകുന്ന ഈ നവോദാരവൽക്കരണ നയങ്ങളെ നാം ചെറുക്കണം. ഇതിനെ ചെറുക്കണമെങ്കിൽ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ആയ മനുഷ്യർ, തൊഴിലാളികൾ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ അവരെ ഒന്നിച്ചു നിർത്താതിരിക്കാനാണ് വർഗീയത ഏറ്റവും രൂക്ഷമായ നിലയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയതക്ക് വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല. ഹിന്ദുക്കളിൽ ഏറ്റവും ശക്തനായ ദൈവമാണ് ശിവൻ. ശിവൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രതിഷ്ഠയാണ് കാശിയിലുള്ളത്. ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ചലനത്തിനനുസരിച്ച് നിയന്ത്രിക്കുകയും തൻ്റെ മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ കരിഞ്ഞു പോകുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ശക്തനായ ശിവൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രതിഷ്ഠ കാശിയിലെ പ്രതിഷ്ഠ. അതിൻ്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ മുസ്ലിം പള്ളി ശിവന് വലിയ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാവ ശിവന് ഈ പള്ളിയെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ശിവനെ സഹായിക്കാൻ ഞങ്ങൾ ഈ പള്ളി പൊളിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് RSS പറയുമ്പോൾ, സംഘപരിവാരം പറയുമ്പോൾ, ഇതിന് വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല എന്ന് നാം തിരിച്ചറിയണം. മതത്തിൻ്റെ വൈകാരികതയെ, സംഘടിത സ്വഭാവത്തെ അധികാരം നേടാൻ വേണ്ടി രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോഴാണ് അത് വർഗീയതയായി മാറുക. ഒന്നിച്ചു നിൽക്കേണ്ട ജനങ്ങളെ ഭിന്നിപ്പിച്ച് തങ്ങളുടെ അധികാരം സുഗമമാക്കുക എന്നുള്ളതാണ് കോർപ്പറേറ്റുകൾ വർഗീയത ശക്തിപ്പെടുത്തുന്നതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് നവോദാരവൽക്കരണ നയങ്ങൾക്കെതിരായ പോരാട്ടം നടത്തുമ്പോൾ തന്നെ വർഗീയതക്കെതിരായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ഒന്നിച്ചു നിർത്തണം. മൂന്നാമത്തെ നമ്മുടെ ഉത്തരവാദിത്വം, കേരളത്തിലെ രാജ്യത്തെ ഏക ഇടതുപക്ഷ സർക്കാർ, രാജ്യത്തെ ഏക നവോദാരവൽക്കരണ നയത്തിൻ്റെ ബദൽ ഉയർത്തുന്ന സർക്കാർ, ആ സർക്കാരിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ 3 ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായി നമുക്ക് നിർവഹിക്കണമെങ്കിൽ എല്ലാ വലതുപക്ഷ ആശയങ്ങൾക്കുമെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് നാം സ്വീകരിക്കാൻ വേണ്ടി കഴിയണം. പൊതുമാധ്യമങ്ങൾ ഉയർത്തിവിടുന്ന പൊതു അന്തരീക്ഷത്തിൽ നിന്ന് ആ പൊതുവിനോടൊപ്പം നിന്ന് പാർട്ടിയെയും കൂടി ഒന്ന് കുറ്റപ്പെടുത്തി കളയാം, നേതാക്കന്മാരെ കൂടി ഒന്ന് കുറ്റപ്പെടുത്തി കളയാം എന്നൊക്കെ കരുതുന്ന CPMകാരാണ്, ഇടതുപക്ഷക്കാരാണെന്ന് പറയുന്നവരുണ്ട്. അവർ യഥാർത്ഥത്തിൽ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, ഈ പറയുന്ന മാധ്യമങ്ങൾ ഉയർത്തിവിടുന്ന അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഇപ്പറയുന്ന 3 ഉത്തരവാദിത്വവും നിർവഹിക്കാൻ വേണ്ടി കഴിയണമെന്നുള്ളതാണ് എൻ്റെ ഈ വോയിസ് ക്ലിപ്പ് ഇത്ര നേരം കേട്ട എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അഭിവാദ്യം.